നമസ്കാരം. പാകിസ്ഥാനെ അടിമുടി വിറപ്പിച്ച് ഓപ്പറേഷൻ സിന്ദൂർ. ഒന്നും രണ്ടുമല്ല, നാശനഷ്ടങ്ങൾ എണ്ണി പറയുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനുണ്ടായത് വൻ നാശനഷ്ടങ്ങളെന്ന് വ്യക്തമാക്കുന്ന പാക് രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. സേന പുറത്തുവിട്ടതിനേക്കാൾ വലിയ നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ നിന്നുള്ള രേഖകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സൈന്യം പുറത്തുവിട്ട സ്ഥലങ്ങൾക്ക് പുറമെ 8ലേറെ ഭീകര കേന്ദ്രങ്ങൾ കൂടി ഇന്ത്യ ആക്രമിച്ചതായാണ് പാക് രേഖകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ബനിയൻ ആൻഡ് മർസൂസിന്റെ രേഖകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ അപേക്ഷയുമായി ഇന്ത്യയെ സമീപിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയത് ഇതാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ നിരവധി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു. എങ്കിൽ പോലും ഇന്ത്യൻ സേന പുറത്തുവിട്ടതിനേക്കാളേറെ നാശനഷ്ടം പാകിസ്ഥാനിൽ ഉണ്ടായി എന്നാണ് രേഖകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവം നടന്ന മെയ് 9-നും 10-നും ഇടയിലുള്ള രാത്രിയിൽ പെഷവാർ, ജാങ്, സിന്ധിലെ ഹൈദരാബാദ്, പഞ്ചാബിലെ ഗുജറാത്ത്, ഗുജ്റൻവാല, ഭവൽനഗർ, അറ്റോക്, ചോർ എന്നീ പ്രദേശങ്ങളിൽ ഇന്ത്യൻ വ്യോമാക്രമണം നടത്തിയതായി രേഖകളിലുണ്ട്. എന്നാൽ ഇന്ത്യൻ സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. നിലവിൽ ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പാകിസ്ഥാനിലെയും POKയിലെയും തകർന്ന ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ടിരുന്നു. മുരിദ് കെയിലെ ലഷ്കർ-ഇ തോയ്ബ പരിശീലന കേന്ദ്രം, ഭാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം എന്നിവയുൾപ്പെടെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. മുസഫറാബാദ്, കോഡ്ലി, റവലക്കോട്ട്, ചക്സ്വാരി, ഭീംബർ, നീലംവാലി, ജലം, ചക്വാൾ എന്നിവയാണ് ഓപ്പറേഷനിലൂടെ സൈന്യം ആക്രമിച്ച മറ്റു സ്ഥലങ്ങൾ. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായതിൽ വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ. നഷ്ടങ്ങളെക്കുറിച്ചല്ല, ഫലത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധത്തിന്റെ സ്വഭാവം വിശദീകരിക്കാനാണ് താൻ ശ്രമിച്ചത്. നമുക്ക് മികച്ച ഡ്രോൺ സംവിധാനമുണ്ട്. വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഒരു പ്രൊഫഷണൽ സേനയെന്ന നിലയിൽ തിരിച്ചടികളും നഷ്ടങ്ങളും നമ്മെ ബാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തിയാണ് നാം മുന്നോട്ട് പോയത്. തിരിച്ചടികളിൽ തളർന്നിരിക്കാൻ നമുക്കാവില്ല എന്നും നഷ്ടങ്ങളല്ല, ഓപ്പറേഷന്റെ ഫലപ്രാപ്തിയാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെയും അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. തെറ്റുകൾ തിരുത്തിയാണ് സൈന്യം മുന്നേറിയതെന്നും പാകിസ്ഥാന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്.